നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ആദ്യ ശിവേലി ദർശിക്കാൻ ആയിരങ്ങൾ. രാവിലെ നടന്ന ശിവേലി എഴുന്നള്ളിപ്പിന് പാറമേക്കാവ് കാശിനാഥൻ തിടമ്പേറ്റി. പഞ്ചാരി മേളത്തിന് കലാനിലയം ഉദയൻ നമ്പൂതിരി പ്രമാണം വഹിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട നഗരസഭ ആരംഭിച്ച പവലിയൻ മുനിസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ആർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, പ്രവീൺസ് ഞാറ്റുവെട്ടി, മുനിസിപ്പൽ കൌൺസിലർമാരായ സുജ സഞ്ജീവ് കുമാർ, MS ദാസൻ എന്നിവർ പങ്കെടുത്തു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാചാര വിശ്വാസ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച കുടിവെള്ള വിതരണം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായി നിസാർ അഷ്റഫിന്റെ സഹകരണത്തോടെയാണ് കുടിവെള്ള വിതരണം സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രാചാര വിശ്വാസ സംരക്ഷണ സമിതി പ്രസിഡന്റ് CG കൃഷ്ണകുമാർ, സെക്രട്ടറി ജയശങ്കർ PS, ട്രഷറർ ഹരി വാര്യർ എന്നിവർ നേതൃത്വം നൽകി. അയമ്പറ എന്നിവ സമർപ്പിക്കുവാനുള്ള ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിൽ വലിയ നിലയിൽ നടക്കുന്ന മഹോത്സവത്തിൽ സംഭാര വിതരണവും കുടിവെള്ള വിതരണവും ഇവിടെ സംഘടിപ്പിച്ച പ്രിയപ്പെട്ട ഈ ക്ഷേത്രാചാര സംരക്ഷണ സമിതി അംഗങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയിലെ ഏകഭരത മഹാക്ഷേത്രമായിട്ടുള്ള
ഭരതസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തിരുവുത്സവം 10,000-കണക്കായ ആളുകളെയാണ് അവരുടെ എല്ലാ തരത്തിലുള്ള മനസ്സിനെ ഭക്തിപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും ഉത്സവത്തിന് വേണ്ടി വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. 10,000-ങ്ങളാണ് ഇവിടെ അനുഗ്രഹം തേടിയെത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ മഹോത്സവം ഒരു ക്ഷേത്രോത്സവം മാത്രമല്ല, ഇത് മതേതരത്തിൻ്റെ ഒരു ഉത്സവം കൂടിയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇവിടെ എത്തിച്ചേരുകയാണ് ഉത്സവത്തിന്. ഒരു വർഷം ഈ ഉത്സവം വരാനായി കാത്തിരിക്കുന്ന ഓരോ വർഷങ്ങളുമാണ്. ഉത്സവം വന്നു കഴിയുമ്പോൾ എല്ലാ ആളുകളും എത്തുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഭക്തജനങ്ങളിലേക്ക് കൂടുതൽ ഭക്തിയുടെ അംശത്തെ കൊണ്ട് എത്തിക്കുകയാണ്. ദശരഥപുത്രന്മാരായിട്ടുള്ള ശ്രീരാമ ഭഗവാന്റെയും ഭരത ഭഗവാന്റെയും ശത്രുഘ്ന ഭഗവാന്റെയും ലക്ഷ്മണ ഭഗവാന്റെയും ക്ഷേത്രങ്ങൾ നമുക്കറിയാം. 4 അമ്പല ക്ഷേത്രങ്ങൾ, 4 സഹോദര ക്ഷേത്രങ്ങളാണ്. ഈ 4 സഹോദര ക്ഷേത്രങ്ങളും ഒരേ മാസം കർക്കിടക മാസത്തിൽ ഒരേ പകൽ തൊഴുതാൽ പുണ്യം കിട്ടുമെന്നുള്ള മഹത്തരായ വിശ്വാസത്തിന് ഇരിങ്ങാലക്കുട ചെറുതൃക്കോവിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ മെയ് 31-ന് ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന നന്ദഗോവിന്ദം ഭജന സന്ധ്യയുടെ സംഘാടക സമിതി ഓഫീസ് കുട്ടൻകുളത്തിന് സമീപം കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. നിഷ മേനോൻ സ്വാഗതവും ശ്രീദേവി ബിനു നന്ദിയും പറഞ്ഞു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 2026 മെയ് മാസം 31-ാം തീയതി നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു ഭജനസന്ധ്യ ഇരിങ്ങാലക്കുടയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ചെറുതൃക്കോവിലെ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ വന്ന് അവരുടെ ഭക്തിനിർഭരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വേണ്ടി എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജനസന്ധ്യ സംഘടിപ്പിക്കുന്നത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്താണ് ഈ ഭജനസന്ധ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദങ്ങളും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അത് എല്ലാ ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി അതിൻ്റെ പ്രവർത്തനം മുഴുവൻ സമയം ഒരു ഓഫീസ് പ്രവർത്തനം വേണം. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.